ഒരു നാണയം എടുത്ത് അതിൽ ഒരൽപ്പം മഞ്ഞൾ ഇങ്ങനെ തൊട്ടിട്ടാണ് നമ്മൾ ഈ ക്രിയ ചെയ്യേണ്ടത്. നമ്മുടെ സർവ്വവിധ ദോഷങ്ങളും തീരാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് തിരുവോണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിനാണ് നമ്മളിത് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഓണം ഒരുപാട് വിശ്വാസങ്ങളുടെ, ഒരുപാട് ആചാരങ്ങളുടെ പിൻബലമുള്ള ഒരു വലിയ ദേശീയ ഉത്സവമാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഇതിൽ ഓരോ തരത്തിലുള്ള സവിശേഷതകളുണ്ട് ആചാരപരമായിട്ടുള്ള കാര്യത്തിൽ. എന്നാൽ ദേവതാ പൂജ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ അത് വ്യത്യസ്ത തലത്തിലാണുള്ളത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ഹൈന്ദവ ഭക്തർ, അത് മറ്റ് ദേശീയ ഉത്സവമായിട്ട് മറ്റ് മതസ്ഥരെല്ലാം ഇത് ആചരിക്കുന്നത് ആ ഓണം എന്ന് പറയുന്ന ആ സാംസ്കാരികതയുടെ ആ പൈതൃകത്തെയൊക്കെയാണ്. പക്ഷേ നമുക്ക് ആചാരമര്യാദകളിൽ ചില കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ദോഷങ്ങളെ അകറ്റാനും മികച്ച ഒരു മാർഗം കിട്ടുകയാണ്. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഉത്സവ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതല്ലാതെ ആചാര സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളെയും വിട്ടുപോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അത്തപ്പൂക്കളം, സദ്യ ഉണ്ണുന്നു, പന്ത് കളിക്കുന്നു, അങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ആന്തരികമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പല തലങ്ങൾ പണ്ട് കാലം തൊട്ടേ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നും പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഉത്രാട ഒഴിച്ചിൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ദോഷങ്ങളെ ഒഴിഞ്ഞു മാറ്റേണ്ടുന്ന ഒരു രീതിയാണിത്. ഇത് കൃത്യമായിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറ്റി തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട്. പലതരത്തിൽ ഇതുണ്ട്, എങ്കിലും ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ തിരുവോണം ഇങ്ങ് ആഗതമായിരിക്കുകയാണ്. മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ തിരുവോണ ആശംസകൾ ഒന്നുകൂടി അറിയിക്കുകയാണ്. ശക്തി വിശേഷങ്ങളുടെ ദിവസമായിട്ടാണ് അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയുള്ള കാലയളവിനെ നമ്മൾ കാണുന്നത്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ ദൈവിക ചൈതന്യം വർദ്ധിച്ചു വരുന്ന ദിവസമാണ്. ഈ തിരുവോണം എന്ന് പറഞ്ഞാൽ പാപഹരണത്തിൻ്റെ ദിവസമാണ്. അതായത് അന്ന് മഹാബലിയെ നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്നുണ്ട്, വാമനമൂർത്തിയും നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്നുണ്ട്. അപ്പം തലേ ദിവസം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിഞ്ഞു മാറ്റി വച്ച് ഞായറാഴ്ച ദിവസം രാവിലെ ഭഗവാൻ മഹാവിഷ്ണു അഥവാ വാമനമൂർത്തിയുടെ അനുഗ്രഹവും നമ്മുടെ മാവേലി തമ്പുരാൻ്റെ അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ചിലർ ഉത്രാട പടുക്ക എന്ന് പറയുന്ന രീതിയിൽ പഴമൊക്കെ വെച്ചിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതെ, തലേ ദിവസം വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിക്കും. സാധാരണ പോലെ നമ്മൾ നിലവിളക്ക് പൂജാമുറിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെവിടെ ഉമ്മറത്താണ് തെളിയിക്കുന്നതെങ്കിൽ അവിടെ നിലവിളക്ക് തെളിയിച്ചാൽ മതി. അതിന് മുന്നിൽ ചെറിയൊരു തട്ടത്തിൽ കുറച്ച് അവൽ, കുറച്ച് പൊരി, ഒരൽപ്പം പഴം, ഇത്രയും വെച്ചാൽ മതി. ഇത് ഫലവർഗ്ഗങ്ങൾ പല തരത്തിൽ വയ്ക്കുന്നവർ ഒരുപാട് ഫലവർഗ്ഗങ്ങളൊക്കെ വെച്ച് ഉത്രാടപ്പടുക്ക എന്ന് പറയുന്ന സമർപ്പണം നടത്തുന്നവരുണ്ട്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ഞാനിനി പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. അതിൽ പരമാവധി വീട്ടിലുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കാമെങ്കിൽ നല്ലത്. നിങ്ങൾ ഒരു ₹1 നാണയം എടുക്കണം. ₹1 നാണയം എടുത്തിട്ട് അതിൽ ഒരല്പം മഞ്ഞൾ തൊടണം. മഞ്ഞൾ തൊട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് 3 വട്ടം ഒഴിയണം, പിന്നെ ദേഹത്തിന് 3 വട്ടം ഒഴിയണം. ആ 3 വട്ടം ഒഴിയുമ്പോൾ ഈ ഒരു മന്ത്രം പറയണം. ആ മന്ത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം, ഒപ്പം പറഞ്ഞു തരികയും ചെയ്യാം. ഓം നമോ ഭഗവതേ വിഷ്ണു തേജസേ പാഹിമാം വരദപ്രസന്നേ മംഗളം പുണ്ടരീകാക്ഷോ മംഗളായ തനോഹരി. മന്ത്രം ഒന്നുകൂടി. ഓം നമോ ഭഗവതേ വിഷ്ണു തേജസേ പാഹിമാം വരദപ്രസന്നേ മംഗളം പുണ്ടരീകാക്ഷോ മംഗളായ തനോഹരി. ഈ മന്ത്രമാണ് നമ്മൾ 3 വട്ടം മുഖത്തൊഴിഞ്ഞു പിന്നെ ശരീരത്തിൽ ഒഴിഞ്ഞു വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ വിളക്ക് തെളിയിച്ച ഉടനെയാണോ അങ്ങനെ ചെയ്യേണ്ടത്? അങ്ങനെയല്ല.
നമ്മൾ വിളക്ക് തെളിയിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുമല്ലോ, സാധാരണ പോലെ പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് ഈ മന്ത്രം ചൊല്ലി വെക്കേണ്ടത്. ഇനി തീരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ഒരാൾക്ക് ഇങ്ങനെ കുട്ടിയുടെ ദേഹത്ത് ഒഴിഞ്ഞു വയ്ക്കാം. അല്ലാത്തത് ഇപ്പോൾ ഒരു 2-3 വയസ്സൊക്കെ എത്തിയ കുട്ടികളെ കൊണ്ട് സ്വയം ചെയ്യിക്കാം. സ്വയം ചെയ്ത് നമ്മുടെ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കാം. ചുവട്ടിലേക്ക് വച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തിരുവോണ വിളക്ക് തെളിയിക്കുമല്ലോ. തിരുവോണ വിളക്ക് തെളിയിക്കുമ്പോഴും അവിടെ ഇരുന്നോട്ടെ. തിരുവോണ വിളക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നേ പലവട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് അറിയാത്തവർക്ക് തൊട്ടടുത്ത് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്തു തരാം. അപ്പോൾ ആ തിരുവോണ വിളക്കും കൂടെ തെളിയിച്ചിട്ട് അന്ന് രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമല്ലോ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് ഈ നാണയം ഇട്ടേക്കണം. അവിടെ ചെന്നല്ല ഒഴിഞ്ഞിടേണ്ടത്, ഇവിടെ നിന്നേ ഒഴിഞ്ഞു കൊണ്ടുപോയി അവിടെ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ ഇടണം. അതായത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും എല്ലാം നമുക്ക് ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളെയും അങ്ങ് ശാന്തമാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ച് ഒഴിഞ്ഞ് സമർപ്പണം ചെയ്യുന്നത്. ജപിച്ച് ഒഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചേക്കരുത്. തിരുവോണ ദിവസം തന്നെ, ഇനി രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ ഇടണം. ഇനി നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളുടെ കൈവശം കൊടുത്തു വിടണം. ഇത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ല, പടുക്ക വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പഴം വെച്ച് പടുക്ക വെച്ചിട്ടുള്ളവർ ഒഴിഞ്ഞ് വച്ചതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ എടുത്തല്ലോ. വിളക്ക് കെടുത്തിയതിന് ശേഷം ആ പഴം, നെയ്യ്, പഞ്ചസാര ഇവ ചേർത്ത് ഇളക്കി ഒരു ചെറിയ ഒരല്പമായിട്ടെങ്കിലും ആ കുടുംബാംഗങ്ങൾ ഭക്ഷിക്കണം. ഒരു ത്രിമധുരം പോലെ നിർമ്മിച്ച് പഴവും നെയ്യും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇത് ചേർത്ത് കുഴച്ച് കുടുംബാംഗങ്ങൾ ഒരല്പമെങ്കിലും, കൂടുതൽ കഴിക്കണമെന്നൊന്നും പറയില്ല, കുറച്ചെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. അത് ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉത്രാട ദിവസം നമ്മൾ ദോഷം ഒഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള രീതി. ഇനി മറ്റൊരു രീതിയുണ്ട്, അത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അതായത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 വെറ്റില എടുക്കും, അതിനകത്ത് ഒരു അടയ്ക്ക വയ്ക്കും, അതിനുശേഷം അതിൽ മഞ്ഞൾ വയ്ക്കും, അതിൻ്റെ പുറത്ത് നാണയം വയ്ക്കും. നാണയം വെച്ചിട്ട് ആ അടയ്ക്കയ്ക്ക് മുകളിൽ ഒരു ചെറിയ കർപ്പൂരം വെച്ച് തെളിയിക്കും. തെളിയിച്ചിട്ട് ഇങ്ങനെ വിളക്കിന് 3 വട്ടം ഒഴിയുകയും മുന്നിൽ നിൽക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം. ഇങ്ങനെ 3 വട്ടം ഒഴിയുകയും ചെയ്യും. 3 വട്ടം ഒഴിഞ്ഞ് പുറത്തേക്ക് വയ്ക്കും. എന്നിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ഇതേപോലെ ചെയ്യേണ്ടി വരും. അത് ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. ഈ മന്ത്രം ചൊല്ലി ജപിക്കണം. ഇത് സാധാരണ ബ്രാഹ്മണർക്കിടയിൽ പണ്ട് മുതലേ കാണപ്പെടുന്ന ഒരു രീതിയാണ്. അത് എല്ലാ ബ്രാഹ്മണ വിഭാഗത്തിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് പ്രത്യേകിച്ച് മാധവ ബ്രാഹ്മണർക്കിടയിൽ, ഈ പരദേശിയായിട്ട് ഇവിടെ കടന്നു വന്ന ബ്രാഹ്മണർക്കിടയിലൊക്കെ ഓണാഘോഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കാണാറുണ്ട്. പൊതുവിൽ ലോപിച്ച് ഇപ്പം നാണയം തന്നെയാണ് എല്ലാവരും ഒഴിഞ്ഞു വയ്ക്കുന്നത്. അത്രയും മതിയാവും. പിന്നെ ഇത് ചെയ്തു പോരുന്നവർക്ക്, പാരമ്പര്യമായിട്ട് ഇത് ചെയ്തു പോരുന്നവർക്ക് ഞാനിത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അങ്ങനെ ഒഴിയുമ്പോഴും ഇതേ മന്ത്രം തന്നെയാണ് ജപിക്കുന്നത്. ചിലർ ഒഴിഞ്ഞതിന് ശേഷം ഭാഗ്യസൂക്തം ജപിക്കാറുണ്ട്, വിഷ്ണു സൂക്തം ജപിക്കാറുണ്ട്. അതൊക്കെ അവരുടെ പഠിപ്പും അനുസരിച്ച് അവരുടെ ഭക്തി അനുസരിച്ച് ചെയ്യുന്നതാണ്. ഞാനിത് പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ വെറ്റിലെ ഞാൻ പറഞ്ഞില്ല, കൂട്ടുവെച്ച് ഒഴിഞ്ഞാലും ഇല്ല, നാണയം എടുത്ത് നമ്മൾ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിയിടും. വെറ്റിലെയും മറ്റുള്ള കാര്യങ്ങളും എടുത്ത് ഒഴുക്ക് വെള്ളത്തിലോ കന്നിമൂലിലോ കുഴിച്ചിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ലളിതമായിട്ട് തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആദ്യത്തെ കാര്യമാണ്. അതുകൊണ്ട് ഞാനതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് മുന്നേ ലഭിച്ചിട്ടുള്ളവർ ധാരാളം ഉണ്ടാവും. അവർ അനുവർത്തിക്കുക. ഒപ്പം തന്നെ പുതുതായിട്ട് ഈ വിവരം അറിഞ്ഞിട്ടുള്ളവർ അതും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ ദോഷങ്ങളെ നിവർത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.